ശനിയാഴ്ച രാത്രി ഇറാനിലും ഇസ്രായേലിലും റിക്ടർ സ്കെയിലിൽ 4.5 ശരാശരി തീവ്രതയുള്ള ഒരു ഭൂകമ്പമുണ്ടായി. എന്നാൽ രണ്ട് രാജ്യങ്ങളിലും ചലനമുണ്ടായത് വ്യത്യസ്ത സമയങ്ങളിലായതിനാൽ ഇറാനിലെ ഭൂകമ്പം ആണവ പരീക്ഷണം നടത്തിയതിന്റെ പ്രകമ്പനമാണെന്ന വാദം ലോകമാധ്യമങ്ങളിൽ നിമിഷങ്ങൾക്കുള്ളിൽ പ്രചരിച്ചു. ഇറാനിലെ ഭൂകമ്പം ആണവ നിലയത്തിന് വളരെ അടുത്തായതിനാൽ ഭൂകമ്പമാണോ ആണവ പരീക്ഷണമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നെങ്കിലും ഇസ്രായേലിന്റെ കൈകൊണ്ട് തങ്ങൾ തീരുമെന്ന ഭയം ഇറാനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നത് തീർച്ചയാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഒരു മുഴം മുമ്പേ അണുവായുധത്തിൽ തൊട്ട് ഇറാൻ കളി തുടങ്ങിയതാണെന്നും ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള തുടക്കമായിരിക്കും എന്നുമുള്ള നിഗമനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് പല ലോകരാഷ്ട്രങ്ങളും. ഇസ്രായേൽ തങ്ങളെ നശിപ്പിക്കുമെങ്കിൽ അതിനു മുമ്പേ ഇസ്രായേലിനെ കൂടി നശിപ്പിക്കുക എന്ന ഉദ്ദേശം ഇറാൻ ഉള്ളതിനാൽ സ്വയം നശിക്കുന്ന അണുവായുധ പരീക്ഷണത്തിന് ഇറാൻ എപ്പോൾ വേണമെങ്കിലും മുതിർന്നേക്കാമെന്ന ആശങ്ക നിലനിൽക്കെയാണ് ശനിയാഴ്ച ഇറാനിൽ ഭൂകമ്പമുണ്ടായത് എന്നതാണ് ആണവ പരീക്ഷണമാണ് ഇറാൻ നടത്തിയെന്ന പ്രചരണത്തിന് ആക്കം കൂട്ടിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ച് കീഴടക്കണമെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഭൂകമ്പം നടന്നത്. അതിനാൽ ആത്മഹത്യാപരമായ നീക്കത്തിന് ഇറാൻ മുതിർന്നതാണെന്ന വിവരങ്ങളാണ് പലരും പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എത്രയും വേഗം ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ച് കീഴടക്കാൻ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത്. അതിന് തൊട്ടുപിന്നാലെ ശനിയാഴ്ച രാത്രി ഇസ്രായേലിലും ഇറാനിലും നേരിയ സമയവ്യത്യാസത്തിൽ ഭൂചലനം ഉണ്ടായിരുന്നു. നോർത്ത് കരോളിനയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിച്ച ട്രംപ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സമീപകാല മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തന്നെ ഇസ്രായേൽ ആക്രമിച്ച് തകർക്കണമെന്ന നിർദ്ദേശം ശക്തമായി മുമ്പോട്ട് വെച്ചിരിക്കുന്നു. ആദ്യം ആണവ കേന്ദ്രങ്ങളെ തകർക്കണമെന്നും ബാക്കിയുള്ളതിനെക്കുറിച്ച് പിന്നീട് ആലോചിച്ചാൽ മതിയെന്നും പറഞ്ഞ് നിലപാട് കടുപ്പിച്ച ട്രംപ് അണുതാപനമാണ് ആഗോളതാപനമല്ല ലോകത്തിന് ഏറ്റവും വലിയ അപകടമെന്നും വ്യക്തമാക്കി. അതേസമയം തന്നെ മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന നഫ്താലി ബെന്നറ്റും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്നുള്ള ശക്തമായ നിലപാടുകളുമായി രംഗത്ത് വന്നു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ആനുപാതികമായി അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് പറയുന്ന ജോ ബൈഡനെതിരെ നിശിതമായ വിമർശനമാണ് ബെന്നറ്റ് നടത്തിയത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഈ വർഷം തന്നെ ഇസ്രായേലിനെ 2 തവണ ആക്രമിച്ചുവെന്നും നൂറുകണക്കിന് മറ്റ് ആക്രമണങ്ങളെ അതിന്റെ പ്രോക്സികളും സഹായിച്ചിട്ടുണ്ടെന്നും അതെല്ലാം ഇറാൻ ഇസ്രായേലിനോട് ചെയ്തതിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്നും അണുവായുധങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ താഴെയിറക്കണമെന്നും ബെന്നറ്റ് ആഹ്വാനം ചെയ്തു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കണമെന്ന് ട്രംപും അങ്ങനെ ചെയ്യരുതെന്ന് ബൈഡനും പറയുമ്പോൾ എന്തായിരിക്കും ഇസ്രായേൽ അവലംബിക്കുന്ന ആക്രമണമെന്ന് ആകാംക്ഷയോടെയാണ് ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത്. മുമ്പ് ഇറാൻ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടത്തിയ ഘട്ടത്തിൽ തന്നെ മൊസാദിൽ നിന്ന് വിവരം ഗ്രഹിച്ച ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയോട് അനുവാദം ചോദിച്ചതാണ്. എന്നാൽ അന്ന് നാറ്റോ അത് അംഗീകരിക്കാത്തതിനാലാണ് ആക്രമണം ഉണ്ടാകാതിരുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലാക്കാക്കി ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെ പലവട്ടം പറന്നതാണ്. അതൊരു പരിശീലന പറക്കൽ എന്നതിനപ്പുറത്ത് കൃത്യമായ അടയാളപ്പെടുത്തലായിരുന്നുവെന്ന് റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. ഭൂതകാലത്തിലെ മറ്റ് സ്വേച്ഛാധിപത്യങ്ങളെ എടുത്തെറിഞ്ഞതുപോലെ ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി ഭീകരവാദികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇറാൻ ഗവൺമെന്റിനെയും ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എടുത്തെറിയണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. ഇസ്രായേലിന് വേണ്ട എല്ലാ പിന്തുണകളും അമേരിക്ക നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ലോകരാഷ്ട്രങ്ങളിലെ ജനവികാരവും ഇസ്രായേലിന് അനുകൂലമാകുന്ന വിധത്തിൽ വർദ്ധിച്ചു വരികയാണ്.